മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഷാജിമോൻ ബാംഗ്ലൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ദിവസം കൂടെ ദൈവം തന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് പ്രചോദനം നൽകുന്ന ഒരു വേദവാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ അവന് കഷ്ടം വരുത്തി, അവൻ്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുഷ്യ പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. യേശു കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവ് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയ വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ഈ അധ്യായം മുഴുവനും ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മശിഹയുടെ ഒന്നാം വരവിനെക്കുറിച്ചുള്ള വിവരമറിഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല എന്നത് അനുദപിച്ച ഒരു ശേഷിപ്പ് ഇവിടെ ഓർക്കുകയാണ്. അവൻ വഹിച്ചത് നമ്മുടെ രോഗങ്ങളെ ആയിരുന്നു, നമ്മുടെ വേദനകളെ ആയിരുന്നു അവൻ ചുമന്നത്. അവനെ ക്രൂശിക്കപ്പെട്ടവനായി കണ്ടപ്പോൾ അവൻ്റെ പാപങ്ങൾ നിമിത്തം ദൈവം അവനെ ശിക്ഷിച്ചിരിക്കുന്നു എന്ന് നാം വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് സമാധാനം ഉണ്ടാകേണ്ടതിനും നമുക്ക് സൗഖ്യമുണ്ടാകേണ്ടതിനും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് അവൻ ശിക്ഷിക്കപ്പെട്ടത്. തെറ്റിപ്പോയവരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞവരും സത്യത്തിൽ നാം ആയിരുന്നു. എന്നാൽ നമുക്ക് പകരമായി പാപമില്ലാത്ത ക്രിസ്തുവിന്റെ മേൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യങ്ങൾ ചുമത്തുകയായിരുന്നു എന്ന കാര്യം അവർ അനുതാപത്തോടുകൂടെ ഏറ്റുപറയുന്നതാണ് നാം ഇവിടെ കാണുന്നത്. നമുക്ക് വേണ്ടി അവനെ തകർത്ത് കളവാൻ ദൈവത്തിന് ഇഷ്ടമായി. ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 1, ദൈവത്തിൻ്റെ നീതി. 2, ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തെ ശിക്ഷിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. പാപത്തോട് ദൈവത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ല. For God there is no compromise with sin, because God is righteous God. ദൈവം പാപത്തെ ശിക്ഷിക്കുന്നവനാണ്. പാപം ചെയ്യുന്നവൻ മരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം. അത് ദൈവത്തിൻ്റെ നീതിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് നമ്മെ ശിക്ഷിച്ചാൽ നാം ആരും നിലനിൽക്കുകയില്ല. നാം നശിച്ചു പോകും. നാം നശിച്ചു പോകുവാനും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് പാപം ശിക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ക്രിസ്തുവിൻ്റെ മേൽ നമ്മുടെ പാപങ്ങളെ ചുമത്തിയിട്ട് അവൻ നമുക്ക് വേണ്ടി ഒരു അകൃത്യാഗമായി തീർന്നത്. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും സമ്മേളിച്ച സ്ഥലമാണ് കാൽവരി ക്രൂശ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു.
പാപികളായിരുന്ന നമുക്ക് വേണ്ടി ദൈവപുത്രൻ കാൽവർ ക്രൂശിൽ തകർക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് ദൈവം ക്രൂശിലാണ് ആ സ്നേഹം വെളിപ്പെടുത്തിയത്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, 1 യോഹന്നാൻ 3:16, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രൻ തൻ്റെ പ്രാണൻ നമുക്ക് വേണ്ടി വെച്ചു തന്നു. അവൻ്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നിട്ട് എന്നാണല്ലോ നാം വായിച്ചത്. ദൈവം പുത്രനെ തകർത്ത് കളഞ്ഞ സമയം ദൈവപുത്രന്റെ പ്രാണൻ അകൃത്യയാഗമായി തീരുകയായിരുന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 45-46 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ പുത്രൻ അനുഭവിച്ചതായ കഷ്ടതയെ, ആ വളരെ കഠിനമായ സമയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 45-46 വാക്യങ്ങൾ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബത്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം. ദൈവപുത്രൻ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവക്രോധാഗ്നിയിൽ കൂടി കടന്നുപോയ സമയം 3 മണിക്കൂർ സമയമായിരുന്നു. അത് അവിടെ കാണുന്നു. ദൈവപുത്രൻ അനുഭവിച്ച കഷ്ടത എന്താണെന്ന് ഒരു സൃഷ്ടിക്കും അറിയാൻ കഴിയാതെ വണ്ണം ആ സമയം കൂരിരുട്ടായി മാറി. ആ കൂരിരുട്ടിൽ കിടന്നുകൊണ്ട് ദൈവപുത്രൻ ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്. പ്രിയ ദൈവമക്കളെ, പാപത്തിന്റെ ശിക്ഷയായ നിത്യ നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന നാം ഓരോരുത്തരും നിലവിളിക്കേണ്ടിയിരുന്ന ആ നിലവിളി ദൈവപുത്രൻ നമുക്ക് പകരമായി നിലവിളിച്ചു. തൻ്റെ മരണത്താൽ നമ്മുടെ ശിക്ഷ നീക്കി നമുക്ക് നീതിമാനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം തന്നിരിക്കുകയാണ്. വിശ്വസിച്ച നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തു മരണത്തെ ജയിച്ച് ഇന്ന് മഹിമയിൽ വാഴുന്നു. നമുക്ക് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് മഹിമയിൽ വാഴുന്ന മഹത്വസമ്പൂർണനായ കർത്താവിൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് അവിടുത്തെ പാദത്തിൽ വീണ് വണങ്ങി ആരാധിക്കാം. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വരും. അവൻ്റെ വരവ് സമാഗതമായിരിക്കുകയാണ്. കർത്താവ് വന്ന് തൻ്റെ സന്നിധിയിലേക്ക് നമ്മെ ചേർക്കും. അന്ന് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ നാം നേരിൽ കാണും. നമുക്ക് വേണ്ടി ആണികളാൽ തുളയ്ക്കപ്പെട്ട കൈകാലുകൾ, കുന്തത്താൽ കുത്തേറ്റ വിലാപ്പുറം നേരിൽ കാണും. അത് ക്രിസ്തുവിന് മാത്രമുള്ള അടയാളമാണ്. ആ ക്രിസ്തുവിനെ നേരിൽ കണ്ടുകൊണ്ട് കർത്താവിനെ നിത്യകാലം നാം ആരാധിക്കുന്ന ഒരു സുദിനം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് രാവിലെ ആ പ്രത്യാശയോടെ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട, നമ്മുടെ പാപങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരം വരുത്തിയ പ്രാണപ്രിയന്റെ പാദത്തിൽ വീണ് നമുക്ക് കുമ്പിടാം. ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അജ്ഞാനുവർത്തികളായ കോടാനുകോടി ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുവാൻ സദാസമയം അവന്റെ സന്നിധിയിലുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് തൃപ്തനാകാതെ പാപിയായിരുന്ന എന്നെയും സ്നേഹിച്ച് എന്നെ വീണ്ടെടുത്ത് എൻ്റെ ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവം. ഇന്ന് രാവിലെ പ്രിയ ദൈവമക്കളെ, യാതൊരു അർഹതയുമില്ലാതിരുന്ന, പാപത്തിന്റെ ശിക്ഷയായ നിത്യ മരണത്തിന് മാത്രം വിധിക്കപ്പെട്ടിരുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ തകർത്ത് കളഞ്ഞുകൊണ്ട് നമ്മെ രക്ഷിച്ച, നമുക്ക് നിത്യജീവനെ തന്ന, നമുക്ക് വീണ്ടെടുപ്പ് തന്ന ആ പ്രാണപ്രിയന്റെ പാദത്തിലിരുന്ന് സകല നന്ദിയും സ്തോത്രവും അർപ്പിച്ച് ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, വന്ദിക്കാം. സകല നന്ദിയും സ്തോത്രവും പുകഴ്ചയും അവിടുത്തെ പാദപീഠത്തിൽ നമുക്ക് അർപ്പിക്കാം. അവിടുത്തെ നാമത്തിന് മഹത്വം കരയറ്റാം. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്
നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനാൽ ആരാധിക്കാം യേശു കർത്താവിനെ.